ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് 68 ആണ്ട്. ഇതോടനുബന്ധിച്ച് കാസർഗോഡ് DCCയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും സെമിനാറും സംഘടിപ്പിച്ചു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ ഇന്ത്യൻ ഭരണഘടന ലോക ചരിത്രത്തിലെ തന്നെ നൂതന അധ്യായമായിരുന്നുവെന്നും ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, സാഹോദര്യം എന്നീ മൂല്യങ്ങളെ തകർത്ത് മൌലിക താൽപര്യം സംരക്ഷിക്കുന്നതിനായി ഭരണഘടനയിൽ ഭേദഗതിയുണ്ടാക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഗൂഢശ്രമം ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിന്ന് തള്ളിക്കളയുമെന്നും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് പറഞ്ഞു. ബി.ആർ. അംബേദ്കറിന്റെ 68ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC ഓഫീസിൽ നടത്തിയ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സെമിനാറും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 50 വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യം ഭരിച്ചപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാനശിലകൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിച്ചു നിർത്താൻ കഴിഞ്ഞുവെന്നും എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ മാറ്റം വരുത്തി വർഗീയ താൽപര്യം അടിച്ചേൽപ്പിക്കുന്നതിനു വേണ്ടി BJPയും RSSും സംഘപരിവാറും നടത്തുന്ന കുൽസിത ശ്രമങ്ങളെ ജനം കരുതിയിരിക്കണമെന്നും നിയാസ് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായ കോൺഗ്രസിന്റെ ഭരണഘടനയിൽ എല്ലാ ജാതി മതസ്ഥർക്കും ഒരുപോലെ അംഗീകാരം കൊടുക്കാൻ കഴിയുന്ന എല്ലാ ഇന്ത്യക്കാർക്കും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് ബോധ്യപ്പെടുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കഴിയുന്ന ഭരണഘടന ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയ നേതാക്കന്മാർ ഉണ്ടായതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനയും അങ്ങനെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതും നിഷ്കർഷിച്ചു. ഇന്ന് ഭരണഘടനയെ കയറ്റിക്കൊണ്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, ഭരണഘടനയെ ഇല്ലാതാക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ സത്തയാണ് ഇല്ലാതാക്കുന്നത്. ഇന്ത്യ ഉള്ളിടത്തോളം കാലം ജാതിയും മതത്തിലും അപ്പുറമായ ഒരു രാജ്യസ്നേഹം നമുക്ക് ഉണ്ടാക്കിയതാണ്. പ്രിയപ്പെട്ട നരേന്ദ്രമോദി ശ്രമിക്കുന്നത് ഇന്ത്യയെ ഇല്ലാതാക്കുവാനാണ്. നിങ്ങൾക്കറിയുമോ ഇന്ത്യ എങ്ങനെയാണ് ഉണ്ടായത്? എന്തിനാണ് ഇന്ത്യ നിൽക്കുന്നത്? ജാതിക്കും മതത്തിനും അപ്പുറമായി ഇന്ത്യയുടെ പ്രദേശത്തിനും പ്രാദേശികമായ താല്പര്യങ്ങൾക്കും അപ്പുറമായി ഇന്ത്യ എന്ന് പറയുന്ന ഒരു സത്ത്, ഭാരതത്തിന്റെ മാതാവ് എന്ന് പറയുന്ന നമ്മുടെ ഹൃദയം, ആ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി BJP മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചടങ്ങിൽ DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷനായി. സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി, നേതാക്കളായ MC പ്രഭാകരൻ, M കുഞ്ഞമ്പു നമ്പ്യാർ, മാമുനി വിജയൻ, BP പ്രദീപ് കുമാർ, CV ജെയിംസ്, BR വിദ്യാസാഗർ, സോമശേഖര ഷേണി, PV സുരേഷ്, ധന്യ സുരേഷ്, സാജിദ് മൊവൽ, PC സുരേന്ദ്രൻ നായർ, M വാസുദേവൻ, KV ഭക്തവത്സലൻ, ജവാദ് പുത്തൂർ, K ഖാലിദ്, T ഗോപിനാഥൻ നായർ, M രാജീവൻ നമ്പ്യാർ, അഡ്വക്കേറ്റ് ശ്രീജിത്ത് മാടക്കാൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.